ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പ്രദേശങ്ങളാണ് സമസ്തിപൂരും ബെഗുസാരയും. ആർജെഡിക്ക് നല്ല സ്വാധീനമുള്ള പ്രദേശമാണ് സമസ്തിപൂർ. അതേസമയം ബെഗുസാരയിലെ ഫലം എങ്ങനെയാകുമെന്നത് പ്രവചനാതീതവുമാണ്. മനു ഭട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബീഹാറിലെ 36% വോട്ടർമാർ സമസ്തിപൂരും ബേഗുസരായും ഉൾപ്പെടുന്ന പ്രദേശത്തുള്ളവരാണ്. 112 ജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഇവിടെയുള്ളത്. 10 നിയമസഭാ മണ്ഡലങ്ങളുള്ള സമസ്തിപൂർ BJPയുടെ ശക്തി കേന്ദ്രമല്ല. പക്ഷേ സഖ്യകക്ഷിയായ JDU വളരെക്കാലമായി ജില്ലയിൽ പ്രബലരാണ്. 2010 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഇവിടെ മത്സരിച്ച 2 സീറ്റുകളിലും വിജയിച്ചു. 2015 JDU, RJD, കോൺഗ്രസ് എന്നിവ ഉൾപ്പെടുന്ന സഖ്യം 10 സീറ്റുകളും തൂത്തുവാരി. 2020 തെരഞ്ഞെടുപ്പിൽ വീണ്ടും സഖ്യങ്ങൾ മാറിമറിഞ്ഞു. BJP JDUവുമായി കൈകോർത്തു. അവർ 10ൽ 5 സീറ്റുകൾ നേടി. 4ഇടത്ത് RJD വിജയിച്ചു. അതേസമയം ബേഗുസരായിൽ വോട്ടർമാർ പലപ്പോഴും പല നിലപാടുകളാണ് സ്വീകരിച്ചത്. 2010 തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 7 സീറ്റുകളിൽ 6 BJP JDU സഖ്യം നേടി. 2015 RJD, JDU, കോൺഗ്രസ് സഖ്യത്തിന്റെ ക്ലീൻ സ്വീപ്പ്. 2020 തെരഞ്ഞെടുപ്പിൽ JDUവിന് 1 സീറ്റും നേടാനായില്ല. അതേസമയം BJPയും RJDയും 2 സീറ്റുകൾ വീതം നേടി. സമസ്തിപൂരിലെയും ബെഗുസരായിലെയും പ്രകടനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള തീവ്രശ്രമത്തിലാണ് മുന്നണികൾ. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ സമസ്തിപൂരും ബേഗുസരായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുത്തതിന്റെയും കാരണം മറ്റൊന്നല്ല. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ രംഗം ചൂടുപിടിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദി സമസ്തിപൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കമിട്ടു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള NDA പ്രചരണം അങ്ങനെ ശക്തമായി തുടരുകയാണ്. അതിൽ ഇന്ന് പ്രധാനമന്ത്രി പ്രധാനമായും ഉയർത്തിയത് സോഷ്യലിസ്റ്റ് ഐക്കൺ ജൻ നായക് കർപ്പൂരി താക്കൂറിൻ്റെ പാരമ്പര്യമാണ്. ദൂത്പുര ഹെലിപാഡ് ഗ്രൗണ്ടിൽ നടന്ന ഒരു വലിയ പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർപ്പൂരി താക്കൂറിനെ രാജ്യത്തിൻ്റെ വിലമതിക്കാനാകാത്ത രത്നമായി പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ ജന്മസ്ഥലമായ കർപ്പൂരി ഗ്രാമത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അവിടെ കുടുംബാംഗങ്ങളെ കാണുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കണ്ട ആ സംഭവമൊക്കെ ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിനെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിനെ മുൻനിർത്തിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് BJP തുടക്കം കുറിച്ചിട്ടുള്ളത്. കർപ്പൂരി താക്കൂർ 1970 ഡിസംബർ മുതൽ 1971 ജൂൺ വരെ, അതോടൊപ്പം 1977 ജൂൺ മുതൽ 79 ഏപ്രിൽ വരെയും ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി വ്യക്തിയാണ്. 2 തവണ മുഖ്യമന്ത്രിയായി അങ്ങനെ സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവ്, രാംവിലാസ് പാസ്വാൻ, ദേവേന്ദ്ര പ്രസാദ് യാദവ്, നിതീഷ് കുമാർ തുടങ്ങിയ പ്രമുഖരുടെയൊക്കെ ഒരു ഉപദേഷ്ടാവ്, വഴികാട്ടിയായിരുന്നു കർപ്പൂരി താക്കൂർ എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. അപ്പോൾ ബീഹാറിൻ്റെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സോഷ്യലിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ. 77 ബീഹാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കർപ്പൂരി താക്കൂർ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. അത് സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ നീതി ഉറപ്പാക്കുക എന്നതിന് വേണ്ടിയായിരുന്നു. ആ ഒരു സമീപനത്തിൽ മാറ്റം വരുത്തുക എന്നതിന് വേണ്ടിയായിരുന്നു. അതൊരു വലിയ നാഴികക്കല്ലായ സംവരണ നയമായി മാറുകയും ചെയ്തു. അപ്പോൾ വിദ്യാഭ്യാസം, സർക്കാർ ജോലികൾ, പൊതുസേവനങ്ങൾ എന്നിവയിലേക്ക് ന്യായമായ പ്രവേശനം നേടാൻ ഈ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന സമൂഹങ്ങളെ അദ്ദേഹം സഹായിച്ചു. അപ്പോൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ വിഭാഗങ്ങളെ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കം വലിയ തോതിൽ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിനെ ഇന്ന് BJP ഉയർത്തിപ്പിടിക്കുമ്പോൾ ആ ഒരു പാരമ്പര്യം ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ നാളുകളിൽ ഉണ്ടാകും എന്നാണ് BJP വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസ് ശക്തമായ വിമർശനവുമായി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർപ്പൂരി താക്കൂറിൻ്റെ ആ നയം നമുക്ക് ഓർമ്മയുണ്ട്. അത് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 12% സംവരണം നൽകുക എന്നതായിരുന്നു. അതിപിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്, അതോടൊപ്പം പിന്നെ 8% സീറ്റുകൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തു. അതോടൊപ്പം തന്നെ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്ത്രീകൾക്ക് 3% സംവരണം അദ്ദേഹം കൊണ്ടുവന്നു. ദുർബല വിഭാഗങ്ങൾക്ക് 3% സംവരണം കൊണ്ടുവന്നു. അങ്ങനെ കർപ്പൂരി താക്കൂർ ഫോർമുല എന്നത് സമത്വത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ഒക്കെ പ്രതീകമായി. അപ്പോൾ വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ നോക്കുകയാണെങ്കിൽ അതും നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ദരിദ്രരും പിന്നോക്കക്കാരുമായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ ലഭ്യമാകാൻ കർപ്പൂരി താക്കൂർ പ്രയത്നിച്ചു. മെട്രിക്കുലേഷൻ വരെയുള്ള പരീക്ഷകളിൽ ഇംഗ്ലീഷ് ഒരു നിർബന്ധിത വിഷയമല്ലാതാക്കി അദ്ദേഹം മാറ്റി.
പ്രൈമറി മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കി. പിന്നോക്ക പ്രദേശങ്ങളിൽ നിരവധി സ്കൂളുകളും കോളേജുകളും തുറന്നു. അതിനുവേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ നൽകി. ജാതിയോ വരുമാനമോ പരിഗണിക്കാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം അദ്ദേഹം ഉയർത്തിപ്പിടിച്ചു. ബീഹാറിൽ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുകയും ചെയ്തു. കാരണം അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മദ്യ ഉപഭോഗമാണ് അവിടെ ആളുകളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാണ് അത്തരമൊരു നീക്കത്തിന് അദ്ദേഹം തയ്യാറെടുത്തത്. അപ്പോൾ സത്യസന്ധത, ലാളിത്യം, ജനങ്ങൾക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന ഒരു രാഷ്ട്രീയം, അതൊക്കെയായിരുന്നു കർപ്പൂരി താക്കൂറിൻ്റെ ഒരു രാഷ്ട്രീയ മോഡൽ. അതുകൊണ്ട് അദ്ദേഹത്തെ ജൻനായക്, ജനങ്ങളുടെ നേതാവ് എന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ഏതായാലും മോദി ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിപ്പിക്കുമ്പോൾ കോൺഗ്രസ് നേരത്തെ തന്നെ വിമർശനം ആരംഭിച്ചു. ആദ്യമെത്തിയത് ജയറാം രമേശാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഈ കർപ്പൂരി താക്കൂറിനെ പ്രധാനമന്ത്രിയും NDAയും ഉയർത്തിപ്പിടിക്കുമ്പോൾ ജയറാം രമേശ് പ്രധാനമന്ത്രിയെ പരിഹസിക്കുന്നൊരു രീതിയുമായി മുന്നോട്ട് വന്നു. RSSും ജനസംഘവും അദ്ദേഹത്തെ അധിക്ഷേപിച്ചിരുന്നു എന്നാണ്, അത് അധിക്ഷേപത്തിന് വിധേയനാക്കി എന്നാണ് ജയറാം രമേശിൻ്റെ ആരോപണം. പ്രധാനമന്ത്രിയുടെ സംസ്ഥാന സന്ദർശന വേളയിൽ അദ്ദേഹം 3 ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. അതിലൊന്ന് 1979 ഏപ്രിലിൽ അന്നത്തെ മുഖ്യമന്ത്രി OBCകൾക്ക് സംവരണം ഏർപ്പെടുത്തിയപ്പോൾ ജനസംഘം ബീഹാറിൽ കർപ്പൂരി താക്കൂറിൻ്റെ സർക്കാരിനെ താഴെയിറക്കി എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആരോപണം. അതൊരു വസ്തുതയല്ലേ എന്ന് ജയറാം രമേശ് ചോദിക്കുന്നു. അന്ന് RSSും ജനസംഘം നേതാക്കളും ഏറ്റവും മോശമായ അധിക്ഷേപത്തിന് കർപ്പൂരി താക്കൂറിനെ വിധേയനാക്കിയില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അതോടൊപ്പം 2024 ഏപ്രിൽ 28 ജാതി സെൻസസ് ആവശ്യപ്പെട്ടവരെ നഗര നക്സലൈറ്റുകൾ എന്ന് വിളിച്ച് പരിഹസിച്ച കാര്യം ജയറാം രമേശ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ പാർലമെൻറ്റിലും സുപ്രീം കോടതിയിലും ഒക്കെ മോദി സർക്കാർ ജാതി സെൻസസ് നടത്താൻ വിസമ്മതിച്ചു, ജാതി സെൻസസ് നിരസിച്ചു. ഇതൊക്കെ ഒരു വസ്തുതയല്ലേ? അപ്പോൾ ബീഹാറിൽ സംവരണത്തിന് വലിയ പാത തുറന്ന കർപ്പൂരി താക്കൂറിനെ എങ്ങനെ BJPക്ക് ഉയർത്തിപ്പിടിക്കാനാകും എന്നൊരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും ബീഹാറിലെ പട്ടികജാതി, പട്ടികവർഗ, OBC, EBC വിഭാഗങ്ങൾക്ക് 65% സംവരണം വേണം എന്നൊരു നിലപാടിന് ഇന്ത്യൻ ഭരണഘടന പ്രകാരം സംരക്ഷണം നൽകാൻ BJP സർക്കാർ, NDA സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊരാക്ഷേപം കൂടി ജയറാം രമേശ് മുന്നോട്ട് വയ്ക്കുകയാണ്. മാത്രമല്ല 1994 സെപ്റ്റംബറിൽ തമിഴ്നാടിന് സമാനമായ ഒരു നിയമം വന്നപ്പോൾ അതിന് കോൺഗ്രസ് പിന്തുണ നൽകി എന്ന കാര്യം ജയറാം രമേശ് പറയുകയാണ്. അപ്പോൾ ഇത് കർപ്പൂരി താക്കൂറിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രതിവാദങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ബീഹാർ തെരഞ്ഞെടുപ്പ് കടന്നുപോയത്. ജൻനായകിൻ്റെ ആ ഒരു ഓർമ്മയിൽ ജനങ്ങൾ ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യമാണ് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നത്.